HST നാച്ചുറൽ സയൻസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. എല്ലാവരും എക്സാമിനായി തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കൊണ്ടിരിക്കുന്നൊരു സമയമാണിത്. 8 മോഡ്യൂളുകളിലായാണ് നാച്ചുറൽ സയൻസിലെ കണ്ടൻറ് ഏരിയ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിലബസ് കയ്യിലെടുത്ത് ഈ എക്സാമിന് തയ്യാറെടുപ്പ് ആരംഭിക്കുമ്പോഴാണ് എങ്ങനെയാണ് നാം തയ്യാറെടുക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ നമുക്കെല്ലാവർക്കും ഉണ്ടാവുന്നത്. എവിടെ നിന്ന് ആരംഭിക്കണം, ഓരോ മോഡ്യൂളിനെയും നമ്മൾ സമീപിക്കുന്ന രീതി എങ്ങനെയായിരിക്കണം, ഒരു ഹയർ സെക്കൻഡറി ലെവൽ പ്രിപ്പറേഷൻ മാത്രം മതിയോ, അതോ ഒരു ഡിഗ്രി തലം വരെ നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ടോ? ഇത്തരത്തിൽ നിരവധി സംശയങ്ങളായിരിക്കും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യം ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ആ ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ തയ്യാറെടുപ്പുകൾ ഏത് രീതിയിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവേണ്ടതെന്ന്. ആദ്യം നമുക്ക് ആ ചോദ്യം ഒന്ന് നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് വൺ, കലകളിൽ ഓക്സിജൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പോക്സിയ. നമ്പർ 2, 85% കാർബൺ ഡൈ ഓക്സൈഡും കാർബമിനോ ഹീമോഗ്ലോബിനായാണ് സംവഹിക്കപ്പെടുന്നത്. നമ്പർ 3, ഹീമോസയനിൻ ഒരു കോപ്പർ അടങ്ങിയ വർണ്ണവസ്തുവാണ്. നമ്പർ 4, താൽക്കാലികമായ ശ്വാസതടസ്സത്തെ ബോർ ഇഫക്റ്റ് എന്നറിയപ്പെടുന്നു. നമ്മുടെ സിലബസിലെ മോഡ്യൂൾ 2-ലെ ഫിസിയോളജിയുടെ ഭാഗത്തുനിന്നും വരുന്ന ഒരു ക്വസ്റ്റ്യനാണത്. ഫിസിയോളജിയിൽ റെസ്പിറേഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ റെസ്പിറേഷൻ നൽകിയിരിക്കുന്ന ഭാഗങ്ങളാണ് ഗ്യാസ് എക്സ്ചേഞ്ച്, റെസ്പിറേറ്ററി പിഗ്മെൻറ്റ്സ്, ഹീമോഗ്ലോബിൻ, ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്, റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ, റെസ്പിറേറ്ററി ഡിസ്റ്റർബൻസസ്. ഇത്രയാണ് നമ്മുടെ സിലബസിൽ നൽകിയിട്ടുള്ള ഏരിയകൾ. ഇപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ആ സിലബസിലെ പല ഏരിയകളിൽ നിന്നാണ് ഈ ഓരോ സ്റ്റേറ്റ്മെൻറ്റും സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കലകളിൽ ഓക്സിജൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പോക്സിയ. റെസ്പിറേറ്ററി ഡിസ്റ്റർബൻസസ് എന്ന് പറയുന്ന ഏരിയ എന്നാണ് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ നോക്കാം, 85% കാർബൺ ഡൈ ഓക്സൈഡും കാർബമിനോ ഹീമോഗ്ലോബിനായാണ് സംവഹിക്കപ്പെടുന്നത്. ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസിൽ നിന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. മൂന്നാമത്തെ നോക്കാം, ഹീമോസയനിൻ ഒരു കോപ്പർ അടങ്ങിയ വർണ്ണവസ്തുവാണ്. റെസ്പിറേറ്ററി പിഗ്മെൻറ്റ്സ് എന്ന ഭാഗത്തു നിന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. നാലാമത്തത്, താൽക്കാലികമായ ശ്വാസതടസ്സത്തെ ബോർ ഇഫക്റ്റ് എന്നറിയപ്പെടുന്നു. ഗ്യാസ് എക്സ്ചേഞ്ച്, അതുപോലെ ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് എന്നീ ഭാഗവുമായി ബന്ധപ്പെട്ടാണ് ഈ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ആ സിലബസിൽ നൽകിയിട്ടുള്ള എല്ലാ ഭാഗങ്ങളിലൂടെയും നമ്മൾ കടന്നു പോയിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് ഉത്തരം കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഒരിക്കലും നമ്മളൊരു +1 +2 ടെക്സ്റ്റ് ബുക്കുകളിലെ കണ്ടൻറ്റ് മാത്രം പഠിച്ചുകൊണ്ട് നമുക്കൊരിക്കലും HSTക്ക് വരുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ നമുക്കൊരു ബേസായിട്ട് നമ്മൾ എന്തായാലും +1 +2 ബയോളജിയിലെ കണ്ടൻറ്റ് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതുകൂടാതെ നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ ഏരിയയിലെയും കണ്ടൻ്റ് എടുത്ത് അത് നമ്മളൊരു ഡിഗ്രി ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, കലകളിൽ ഓക്സിജൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പോക്സിയ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാരണം നമ്മുടെ കലകൾക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ ലഭിക്കാതെ വരുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഹൈപ്പോക്സിയ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ കലകൾക്ക് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ ശരിയായ അളവിൽ ലഭിക്കുന്നില്ലെങ്കിൽ ആ അവസ്ഥയ്ക്കാണ് നമ്മൾ ഹൈപ്പോക്സിയ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം. 85% കാർബൺ ഡൈ ഓക്സൈഡും കാർബമിനോ ഹീമോഗ്ലോബിനായാണ് സംവഹിക്കപ്പെടുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സംവഹനം നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണം. അപ്പോൾ അതെങ്ങനെയാണ് നടക്കുക നമുക്കൊന്ന് നോക്കാം. 3 രീതിയിലാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സംവഹനം നടക്കുന്നത്. 1 കാർബമിനോ ഹീമോഗ്ലോബിനായും, 2 ബൈകാർബണേറ്റുകളായും, 3 പ്ലാസ്മയിലെ ജലത്തിൽ ലയിച്ചുമാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സംവഹനം നടക്കുന്നത്. ഏകദേശം 20 മുതൽ 25% കാർബൺ ഡൈ ഓക്സൈഡാണ് ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിൻ്റെ രൂപത്തിൽ
രക്തത്തിലൂടെ സംവഹനം ചെയ്യപ്പെടുന്നത്. ഏകദേശം 70% കാർബൺ ഡൈ ഓക്സൈഡും രക്തത്തിലൂടെ ബൈകാർബണേറ്റുകളായാണ് സംവഹിക്കപ്പെടുന്നത്. ഏകദേശം 7% കാർബൺ ഡൈ ഓക്സൈഡാണ് രക്തത്തിലെ പ്ലാസ്മയിലെ ജലത്തിൽ ലയിച്ച് സംവഹനം ചെയ്യപ്പെടുന്നത്. ഈ 3 രീതിയിലാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സംവഹനം നടക്കുന്നത്. അതായത് 20 മുതൽ 25% വരെ കാർബമിനോ ഹീമോഗ്ലോബിനായും 70% ബൈകാർബണേറ്റുകളായും 7% പ്ലാസ്മയിലെ ജലത്തിൽ ലയിച്ചുമാണ് സംവഹനം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 85% കാർബൺ ഡൈ ഓക്സൈഡും കാർബമിനോ ഹീമോഗ്ലോബിനായാണ് സംവഹിക്കപ്പെടുന്നതെന്നാണ് തന്നത്. അത് തെറ്റാണ്. കാർബമിനോ ഹീമോഗ്ലോബിനായി സംവഹിക്കപ്പെടുന്നത് 20 മുതൽ 25% വരെ കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഹീമോസയനിൻ ഒരു കോപ്പർ അടങ്ങിയ വർണ്ണവസ്തുവാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാരണം ആർത്രോപോഡ, മൊളസ്ക തുടങ്ങിയ ഫൈലങ്ങളിൽ വരുന്ന ചില ജീവികളിൽ കാണപ്പെടുന്ന ഒരു റെസ്പിറേറ്ററി പിഗ്മെൻ്റാണ് ഹീമോസയനിൻ. കോപ്പർ അടങ്ങിയൊരു വർണ്ണവസ്തുവാണ് ഹീമോസയനിൻ. നീല നിറത്തിലാണ് ഈ ഹീമോസയനിൻ കാണപ്പെടുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. താൽക്കാലികമായ ശ്വാസതടസ്സത്തെ ബോർ ഇഫക്റ്റ് എന്നറിയപ്പെടുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ അറിയണം. എന്താണ് ആപ്നിയ, അതുപോലെ എന്താണ് ബോർ ഇഫക്റ്റ്. താൽക്കാലികമായി ഉണ്ടാകുന്ന ശ്വാസതടസ്സത്തെയാണ് ആപ്നിയ എന്ന് പറയുന്നത്. അതായത് താൽക്കാലികമായി നമ്മുടെ ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ആപ്നോയിയ. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് ഉറപ്പായി. ഇനി എന്താണ് ബോർ ഇഫക്റ്റ് നോക്കാം. നമ്മുടെ ലങ്സിലെ വായു അറയിൽ വെച്ച് വാതക വിനിമയം നടക്കുന്ന സമയത്താണ് ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനായി മാറുന്നത്. ഇങ്ങനെ വായു അറകളിൽ വെച്ച് രൂപപ്പെടുന്ന ഈ ഓക്സി ഹീമോഗ്ലോബിൻ രക്തത്തിലൂടെ നമ്മുടെ കലകളിൽ എത്തിച്ചേരുന്നു. ഇവിടെ വെച്ച് ഈ ഓക്സി ഹീമോഗ്ലോബിൻ വിഘടിച്ച് ഓക്സിജനും ഹീമോഗ്ലോബിനുമായി മാറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓക്സി ഹീമോഗ്ലോബിൻ വിഘടിച്ച് സ്വതന്ത്രമാവുന്ന ഓക്സിജനാണ് കലകൾക്ക് ലഭിക്കുന്നത്. എങ്ങനെയാണ് ഹീമോഗ്ലോബിന് ഓക്സിജനോടുള്ള അഫിനിറ്റി കുറയുന്നത് എന്നാണ് ബോർ ഇഫക്റ്റിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ രക്തത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ വർദ്ധിക്കുകയോ അല്ലെങ്കിൽ രക്തത്തിലെ pH കുറയുകയോ ചെയ്യുന്ന സമയത്ത് ഹീമോഗ്ലോബിന് ഓക്സിജനോടുള്ള അഫിനിറ്റി കുറയുകയും ഇതുവഴി ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്ത് ഓക്സിജൻ സ്വതന്ത്രമാവുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കലകൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നത്. ഈ രീതിയിൽ നമ്മുടെ രക്തത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിൻ്റെ pH കുറയുന്നത് കൊണ്ടോ ഹീമോഗ്ലോബിന് ഓക്സിജനോടുള്ള അഫിനിറ്റി കുറഞ്ഞ് ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്ത് ഓക്സിജനും ഹീമോഗ്ലോബിനുമായി മാറുന്നു എന്നുള്ളതാണ് ബോർ ഇഫക്റ്റിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ളത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് ആൻസറായിട്ട് വരുന്നത് എ ആണ്, 1 and 3. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ നമ്മുടെ സിലബസിലെ ഓരോ കണ്ടൻറ് ഏരിയയും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ.